എൻ്റെ പേര് ആനി ജേക്കബ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ വെറ്റിലപ്പാറ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ കഴിഞ്ഞ മാസം ജൂലൈ 27-ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടായിരുന്നു. ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു 90 ഡേയ്സിൻ്റെ ഉള്ളിൽ സാക്ഷ്യം ഇവിടെ വന്ന് പറയുമോയെന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി. ഞാനിവിടെ വന്ന് ഉടമ്പടി നിയോഗം എഴുതി വെച്ചത് എനിക്ക് ബ്രസ്റ്റിനൊരു ലെമ്പ്, കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 17-ാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് MR മാമോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള സ്കാനിങ് എടുത്തു. സ്കാനിങ് എടുത്ത് അന്ന് റിപ്പോർട്ട് കിട്ടിയില്ല. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു, പിറ്റേ ദിവസം കിട്ടിയില്ല. മൺഡേ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് കോഴിക്കോട് തന്നെ. അപ്പം മൺഡേ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് തന്നെ അവർ വിളിച്ചിട്ട് ചോദിച്ചു ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ വീട്ടിൽ നിന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. അപ്പം ചൊവ്വാഴ്ച ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ട് ഉടമ്പടി ധ്യാനം കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് USG എടുക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ USG എടുത്തു. USG എടുത്തു കഴിഞ്ഞ് ആദ്യം ഒരു ഡോക്ടർ വന്ന് എടുത്തു. ഡോക്ടർ എടുത്തു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ക്യാൻസറിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. രണ്ടാമത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചുകൊണ്ട് വന്നു. ആ മേഡം സ്ക്രീൻ ചെയ്തു. ആ മേഡം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം റിപ്പോർട്ട് അന്ന് വൈകുന്നേരം കിട്ടി. വൈകുന്നേരം കിട്ടിയപ്പം എൻ്റെ റിപ്പോർട്ടിലെന്ന് പറയുന്നത് ഇറുഗുലർ സ്പൈക്കുലേറ്റഡ് മാസ് 2/3 പൊസിഷൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു റിപ്പോർട്ട് വന്നത്. അതിനുശേഷം 27-ന് ബയോപ്സി പറഞ്ഞു. അതിൻ്റെ റിപ്പോർട്ടും ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇതായത്. പക്ഷേ പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ തേക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 16-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് വെച്ചായിരുന്നു എൻ്റെ സർജറി നടന്നത്. സർജറിയുടെ സമയത്ത് ട്യൂമർ റിമൂവ് ചെയ്തു. ആ ട്യൂമർ മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞ ട്യൂമറായി വന്നത് സർജറി കഴിഞ്ഞ് ബയോപ്സിക്ക് വിട്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റിപ്പോർട്ടിൽ ബിനയെന്നും പറഞ്ഞിട്ട് മാറി. അതായത് 10 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുമുള്ള വലിയ ട്യൂമർ സാധാരണ ക്യാൻസർ അല്ലാത്ത ഒരു ട്യൂമറായിട്ട് എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് അനുഗ്രഹിച്ച് മാറ്റി തന്നു. കോടാനുകോടി നന്ദി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന്. പിന്നെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ICUവിലാണ്. അപ്പം ഞാൻ ആ കുട്ടീനെയും കൊണ്ട് വന്നതാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു നേഴ്സായ സ്ഥിതിക്ക് ഞാൻ ഒരുപാട് പേരുടെ അമ്മയുടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ അടുത്ത സാക്ഷി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിലോ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഡെയിലി വെർട്ടിക്കോയും സ്റ്റെമറ്റിലും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതും ഇപ്പം 1 വർഷമായിട്ട് പൂർണ്ണമായിട്ടും മെഡിസിൻ എടുക്കുന്നതേ ഇല്ല. അതും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. പിന്നെ ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് വന്നപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശിരൂപമാണ് ഈ കാശിരൂപം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് പുതിയ സ്റ്റാൻഡ് വരെ എത്തിയപ്പോഴത്തേന് എൻ്റെ കയ്യിൽ നിന്ന് കാശിരൂപം നഷ്ടമായി. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഓടിയപ്പം. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ കയ്യിൽ നിന്ന് കാശിരൂപം നഷ്ടമായിട്ട് ഞാൻ 3-4 ദിവസം പുറകെ അന്വേഷിച്ചു പോയി. നടന്ന വഴി കൂടെ മുഴുവൻ പോയി, എനിക്ക് കിട്ടിയില്ല. എൻ്റെ സർജറിയുടെ തൊട്ട് മുമ്പ്, അതായത് 2 ദിവസം മുമ്പ് ഈ കാശിരൂപം എൻ്റെ അത്ഭുതകരമായിട്ട് എൻ്റെ ബാഗിൽ കിടക്കുകയാണ്. അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷിയാണ്. കാരണം ഞാൻ അമ്മയോട് അത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കാശിരൂപം തിരിച്ചു കിട്ടണം. കാരണം എനിക്ക് അത്രയും വെഞ്ചരിച്ച് കയ്യിൽ തന്ന ഇത് കാശിരൂപമാണ്. എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഇത് കിട്ടുമ്പം. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സർജറിയുടെ അന്നും ജനറൽ അനസ്തേഷ്യ ആയിരുന്നു. അന്ന് രാവിലെ ഞാൻ കുർബാന സ്വീകരിച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയത്. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ എന്നതുപോലെ ഞാൻ അവരെ രക്ഷിക്കും. ആനി ജേക്കബ് എന്ന ഈ മകൾ ബ്രസ്റ്റിലുണ്ടായ ഒരു മുഴയും
അതിൻ്റെ ചികിത്സ സംബന്ധിച്ച് ലഭിച്ച സൗഖ്യത്തെയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ക്യാൻസർ എന്ന ഏതാണ്ട് ഉറപ്പിച്ച ഒരു പരിശോധനയും ചികിത്സയും, എന്നാൽ അതിൻ്റെ അവസാന റിസൾട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അമ്മ മാതാവിന് തന്നെ സമർപ്പിക്കുകയും ചെയ്തതിലൂടെ അത് മുഴ മാറ്റുമ്പോൾ അത് ക്യാൻസറസ് അല്ലെന്നും സാധാരണ ഒരു മുഴ മാത്രമെന്ന രീതിയിൽ വളരെ ആശ്വസിപ്പിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് മകൾക്ക് വൈദ്യശാസ്ത്രം കൈമാറുന്നത്. പ്രിയമുള്ളവരെ, ഒത്തിരി മക്കൾ ഒത്തിരി ഭാരപ്പെട്ട ഹൃദയത്തോടു കൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ രോഗദുരിതങ്ങളുമായി കടന്നു വരുന്നവരാണ്. അമ്മയുടെ അരികിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്തുകൊണ്ട് ഈ വൈദ്യശാസ്ത്രത്തിന് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്ക് അപ്പുറം ഇടപെടുവാൻ പറ്റുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ രോഗത്തെയും ദുരിതത്തെയും സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശോയുടെ അരികിൽ മാധ്യസ്ഥം വഹിക്കുകയും പൂർണ്ണമായ സൗഖ്യത്തിനു വേണ്ടി അവൻ്റെ തിരുച്ചോരയാൽ നമ്മളെ കഴുകുകയും ചെയ്യുന്നു. ആ സാക്ഷ്യമാണ് മകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലുള്ള ചേർന്ന് നിൽപ്പ് ജീവിതത്തെ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ചുവെന്ന്. നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനുള്ള കൃപ തരണം. നമ്മുടെ ഉടമ്പടിയുടെ ഓരോ പ്രവൃത്തികളും സന്തോഷത്തോടെ നിർവഹിക്കുവാനുള്ള സന്തോഷം തരണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴൊക്കെയും ദൈവം അത് തിരിച്ചറിയുകയും നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യുമെന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. മകൾ പറയുന്നുണ്ട്, അൾത്താരയിൽ ജോസഫ് അച്ഛനെ ആശീർവദിച്ചു കൊടുത്ത കാശുരൂപം നഷ്ടപ്പെട്ടപ്പോൾ ഏറ്റവും വിലപ്പെട്ടത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുപോലെ മകൾ അന്വേഷിച്ച് നടന്നതും തക്ക സമയത്ത് ഓപ്പറേഷന് തൊട്ട് മുമ്പ് മകളത് കണ്ടെത്തിയതും അത് മകൾക്ക് വലിയ ആത്മവിശ്വാസത്തോടും ദൈവ സാന്നിധ്യത്തോടും കൂടി അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തോടും കൂടി ആ ഓപ്പറേഷന് ആ നിമിഷങ്ങളിൽ വിധേയയാകുവാൻ സഹായിച്ചതിനെക്കുറിച്ചും ഓരോ നേർച്ച വസ്തുവും അതെത്ര കണ്ട് വിശ്വാസത്തോടും വിശ്വസ്തയോടും ഭക്തിയോടും കൂടി നാം ഉപയോഗിക്കുന്നുവോ നമുക്കത് അനുഗ്രഹം കൊണ്ടുവരുമെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരഘോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.